സ്വാഗതം. ഇപ്പോൾ ഇവിടെ കാനഡയിൽ നോർത്ത് അമേരിക്കയിൽ നല്ല വിൻ്റർ സമയമാണ്. ഇപ്പം -31 ആണ് വെളിയിൽ. റിയൽ ഫീൽ അതിൽ കൂടുതലായിരിക്കും, -36 or 37 ആണ്. പക്ഷെ ഇത് നല്ലൊരു സണ്ണി ഡേ ആണ്. അപ്പോൾ ഒരു റോക്കി മൗണ്ടൻസിലേക്ക് ഒരു ഡ്രൈവ് പോവാണ്. വളരെ മനോഹരമാണ് കാഴ്ചകൾ. മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയാണ്. മരങ്ങളും മലകളും കെട്ടിടങ്ങളും എല്ലാം മഞ്ഞ് മൂടി കിടക്കുകയാണ്. പക്ഷേ അതിന് നടുവിലൂടെ ഇങ്ങനെ കിലോമീറ്ററുകളോളം കാണാവുന്ന രീതിയിൽ ഇങ്ങനെ റോഡ് കാണാം നമുക്ക്. ആ റോഡിൽ മഞ്ഞെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റോക്കി മൗണ്ടൻസിൽ നമ്മൾ പോകാനുള്ള ഒരു കാരണം, കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ അവിടെ ഒരു എബ്രഹാം ലേക്ക് ഉണ്ട്. നമ്മുടെ പല വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ആ ലേക്കിൽ ബബിൾസ് കാണാം. കാരണം ഈ ബബിൾസ് വെള്ളത്തിൻ്റെ ഇടയിൽ നിന്ന് വന്ന് അത് ഈ ടെമ്പറേച്ചർ താഴ്ന്നു കഴിഞ്ഞപ്പം ഫ്രീസായി നിൽക്കുകയാണ്. അപ്പോൾ ഈ എബ്രഹാം ലേക്കിലെ ഈ ബബിൾസ് ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് ആളുകൾ ഈ വിൻ്റർ ടൈമിൽ അവിടെ അത് കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അത് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ പോവാണ്. ഇതുണ്ടോ, നല്ല രസമാണ് വെളിയിലെ കാഴ്ചകൾ. പക്ഷേ നമുക്ക് വണ്ടിയിൽ ഉള്ളിൽ ഹീറ്റിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല. വെളിയിൽ ഇറങ്ങി നമുക്ക് കുറച്ചധികം നേരം നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഉള്ള ടെമ്പറേച്ചറാണ് ഇപ്പം. എന്തായാലും ട്രാവൽ വിത്ത് പ്രിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഹൈവേ കുറേ ദൂരം വന്നു കഴിയുമ്പം ഇപ്പം ഈ ആൽബർട്ട പ്രോവിൻസിൽ നമ്മൾ ഹൈവേ കൂടെ വരുമ്പം ഈ ഫാമുകളുടെ ഒക്കെ നടുക്ക് ഒരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടോ, 1-2 മെഷീൻസ് ഇങ്ങനെ നിന്ന് സംഭവം എന്തോ ചെയ്യുന്ന കാണാം. ഇതിന് പറയുന്നതാണ് പമ്പ് ജാക്സ് എന്ന് പറയും. കാരണം ഇവിടെ ഒരുപാട് പെട്രോളിയം ഉള്ള സ്ഥലമാണ്. ഈ പെട്രോളിയം പൈപ്പ് ലൈൻസിലെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഈ പെട്രോളിയം പമ്പ് ചെയ്യുന്ന മെഷീൻസ് ആണിത്. ഇതുപോലെ ഫാമിൻ്റെ ഒക്കെ നടുവിൽ ഒരുപാട് കാണും. പമ്പ് ജാക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ നിർത്തി ഇതൊന്ന് കാണിച്ചതേ ഉള്ളൂ. ഇത് ആൽബർട്ടയിലെ നമ്മൾ ഹൈവേ കൂടെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഔട്ട്സ്കേർട്സ് കൂടെ പോകുമ്പോൾ ഉള്ള ഒരു സ്ഥിരം കാഴ്ചയാണിത്. ഇങ്ങനെ ഒരു 2.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ എബ്രഹാം ലേക്കിൽ എത്തിയിരിക്കുകയാണ്. എബ്രഹാം ലേക്കിൻ്റെ സൈഡിൽ ഇവിടെ മുഴുവൻ പാർക്കിംഗ് ആണോ, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി എൻ്റെ പുറയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റോഡിൻ്റെ സൈഡിൽ മുഴുവൻ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. സാറിന് ഇവിടെ ഒന്നും ഇത്ര തിരക്കുള്ളതല്ല കേട്ടോ. ചിലപ്പം ഇത് താഴെ ഇത് കണ്ടോ, അങ്ങ് ആ കാണുന്നത് ഫ്രോസൺ ലേക്കാണ്. അതിന് ചുറ്റും മൗണ്ടൻസ് കാണാം. ചിലപ്പോൾ ഇവിടെ ബബിൾസ് കാണാൻ പറ്റുമായിരിക്കും. അതായിരിക്കും ഇതുപോലെ തിരക്ക്. വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് കണ്ടോ റോക്കി മൗണ്ടൻസ് ആണ്. അത് മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയാണ്. വൈറ്റ് കളറിൽ കിടക്കുകയാണ്. ഇതിൽ ആളുകൾക്ക് ഇറങ്ങി പോകാനായിട്ടുള്ള വഴിയുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന വെള്ളമല്ല കേട്ടോ, അത് വെള്ളമായിരുന്നു. ഇപ്പം ഫ്രീസായി കിടക്കുകയാണ്, ഐസായി കിടക്കുകയാണ്. ഇതുപോലെ സ്നോ കിടക്കുകയാണ്. നമ്മൾ ചവിട്ടുമ്പോൾ ഇതുപോലെ താന്നു പോകും. പക്ഷേ ഇതൊരു ബൂട്ടി ചവിട്ടുന്ന താന്നു പോകുന്ന രീതിയിലേ ഉള്ളൂ. പിന്നെ ഇതുപോലെ കല്ലുകളാണ് ഈ ലേക്കിൻ്റെ സൈഡിൽ. ഉണ്ട്, ഇതുപോലെയുള്ള കല്ലുകളാണ്. അവിടെ മുഴുവൻ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആൾക്കാർ നിൽക്കുന്നതുണ്ടോ, മുഴുവൻ ആളുകളാണോ ലേക്കിൽ ഇറങ്ങി നിൽക്കുന്നതാണ്. നമ്മൾ ഇത്രയും കൂടെ ലേക്കിൻ്റെ അടുത്തെത്തി. ഇത് കണ്ടോ, വെള്ളം ഫ്രീസായി കിടക്കുന്നുണ്ടോ, നല്ല ക്രിസ്റ്റൽ പോലെയാണ്. ഇതുണ്ടോ, അങ്ങോട്ട് ചവിട്ടാൻ പറ്റില്ല. കാരണം അവിടെ ചവിട്ടി കഴിഞ്ഞാൽ ഭയങ്കര തെന്നി കിടക്കുവാണ്. പക്ഷേ അതിൽ ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട്. നമുക്ക് ആ വഴി ഒന്ന് ഇറങ്ങി നോക്കാം. നല്ല തണുപ്പുണ്ടെങ്കിലും വെയിലുണ്ട്. വെയിൽ കൊണ്ട് തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തലയൊന്നും മൂടാതെ, തലയൊന്നും അല്ലെങ്കിൽ ഗ്ലൗസൊക്കെ ഉപയോഗിക്കാതെ. കാരണം അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഈ വഴി ഇങ്ങനെ ഇറങ്ങി പോകാം കേട്ടോ. ഇവിടെ ഒരു കുറച്ച് ഭാഗത്ത് നല്ല ഐസായിട്ട് സ്കേറ്റ് ചെയ്യാൻ ഭാഗത്തിന് കിടക്കുകയാണ്. ഇതുണ്ടോ, ഈ ലേക്കിൻ്റെ 2 സൈഡിലും മൗണ്ടൻസ് ആണ്. കണ്ടോ, പിള്ളേരൊക്കെ എൻജോയ് ചെയ്യാണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം ഈ തെന്നിയാണ് ഇവിടെ കിടക്കുന്നത്, ഐസായിട്ട്. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഐസ് ക്രാക്കായിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇത്തിരി കൂടെ ആ ലേക്കിലേക്ക് ബബിൾസ് കാണുമെന്നുള്ളതാണ്. കണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞത് ഇതുണ്ടോ, ഇതുപോലെയുള്ള വലിയ വലിയ ഗർത്തങ്ങളുണ്ട്. അപ്പം നമ്മൾ
മെയിനായിട്ട് ആളുകൾ നടന്നു പോകുന്ന വഴിയെ മാത്രമേ നടക്കാവുള്ളൂ. പുതിയ വഴികളുണ്ടാക്കി നടക്കാൻ ശ്രമിക്കരുത്, അപകടമാണ്. ഓക്കെ, നമ്മൾ തേടി വന്ന ബബിൾസ് ഇതാണ്. ഇത് കണ്ടോ, ഇത് വെള്ളം ഐസായി കിടക്കുകയാണ്. അതിൻ്റെ അടിയിൽ നിന്നും ഇങ്ങനെ കൊമളകൾ വരില്ല, കൊമളകൾ ഫ്രീസായിട്ടിരിക്കുന്ന കാഴ്ചയാട്ടോ ഈ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമാണ്. ഇത് ഇച്ചിരി കൂടെ ലേക്കിൻ്റെ സെൻറ്ററിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ ബബിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഒരുപാട് ബബിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഉണ്ടോ, ഇതുണ്ടോ വലിയ ഐസ്. ഇത് ശരിക്കും വലിയൊരു ലേക്കല്ലേ, ഒരു മീറ്ററുകളോളം താഴ്ചയുള്ള ലേക്കാണ്. അതിൻ്റെ ഐസ് ബ്രേക്കായിട്ട് കിടക്കുന്നുണ്ടോ. ഇതുകൊണ്ടോ വലിയ വലിയ ബബിൾസ് നമുക്ക് കാണാം. സെൻറ്ററിൽ വന്നു കഴിഞ്ഞപ്പം ഇതുകൊണ്ടോ, ഇതൊക്കെ ബബിൾസ് വന്ന് നിൽക്കുന്നതാണ്. അതായത് ലേക്കിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് ഇങ്ങനെ വായു വന്നിട്ട്, അത് കൊമളകൾ വന്നിട്ട് അത് ഫ്രീസായിപ്പോയി. ഇത് നോക്കിക്കേ, എന്താ കാഴ്ച നോക്കിക്കേ. നമ്മുടെ പല വീഡിയോസിലും ഞാൻ എബ്രഹാം ലേക്കിൽ വിൻ്ററും സമ്മറും ഒക്കെ വന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ബബിൾസ് കണ്ട വേറൊരു, ഞാൻ ഇവിടെ വന്നിട്ട് 10 വർഷമായിട്ട് ഇത്രയും ബബിൾസ് കണ്ട വേറൊരു ട്രിപ്പ് ഉണ്ടായിട്ടില്ല. ഇത് സമ്മറിൽ വരുമ്പോഴത്തേക്കും ഈ വെള്ളം കംപ്ലീറ്റ് നീല കളറായിരിക്കും, ഒരു വേറെ ഭംഗിയായിരിക്കും. അതുപോലെ മലകളൊക്കെ പച്ച കളറ്, മരങ്ങളൊക്കെ നല്ല ഇലകളൊക്കെ ആയിട്ട് നല്ല പച്ച കളറായിരിക്കും. പക്ഷേ ഇന്ന് വേറൊരു ഭംഗിയായിട്ട് ഞാൻ ഈ ഗ്ലാസ്, അതായത് ഈ ഐസിനോട് ചേർത്ത് ക്യാമറ വെച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ബബിൾസ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ബബിൾസ് ആണ്. കണ്ടോ, ഇവിടെ ഐസ് ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ആയിട്ടിരിക്കണ കണ്ടോ. ഒരു വലിയ ലേക്കിൻ്റെ സെൻറ്ററിൽ കൂടെ സ്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. കണ്ടോ, ഇതൊരു സമ്മറിൽ വന്നാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എത്ര മീറ്ററോളം താഴ്ചയുള്ള ഒരു ലേക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് വിൻ്ററിൽ മാത്രം, ഇതുപോലെയുള്ള അതിശൈത്യമുള്ള രാജ്യങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഇത് കണ്ടോ, പച്ചവെള്ളം ഫ്രീസായി കിടക്കുവാണ്. ഇത് അതിൻ്റെ ബൂട്ട്സ് സ്പൈക്സ് ഇല്ലാത്തതുകൊണ്ട് നടക്കാൻ പറ്റില്ല. ചെറിയൊരു പരീക്ഷ നടക്കുകയാണ്. നമ്മുടെ ഈ കണ്ണാടിയിൽ എണ്ണ ഒഴിച്ചിട്ട് എങ്ങനെ നടക്കാൻ പറ്റും, അതുപോലെ തന്നെലാട്ടോ. ഇതുകൊണ്ട് ഇതിവിടെ വലിയൊരു ഐസ്, അവിടെ ഒരു ചെറിയ ക്രാക്ക് ഉണ്ടായിട്ട്, ചെറിയ ക്രാക്കല്ല കണ്ടോ, വിണ്ടിരിക്കണുണ്ടോ. ഞാൻ വലിയൊരു ഐസ് പാളിയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഒരു വലിയ ഐസ് പാളിയല്ല, വലിയൊരു ഐസായിട്ടുള്ള ഒരു ലേക്കിൻ്റെ മുകളിൽ, എബ്രഹാം ലേക്കിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ഇതിലെ കുറച്ച് ആളുകൾ നടന്നു പോയ ചെറിയൊരു പാതയിലൂടെ അങ്ങോട്ട് പോവാട്ടോ. ഞാനിങ്ങനെ കാല് നിരങ്ങിയാണ് പോകുന്നത്. കാലെടുത്തു വച്ചാൽ വീഴും. ഇത് കണ്ടോ, തെന്നുവായതുകൊണ്ട് ഒരു അമ്മ അച്ഛനും മോനും കൂടെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടോ, കാരണം നടക്കാൻ പറ്റില്ല. വാ, എന്നാ ഫ്രെയിമാന്ന് നോക്കിയോ, പുറകിൽ ആ മൗണ്ടൻസും താഴെ ലേക്കും. ഇതിൻ്റെ ഇടയിൽ അവരുടെ പെറ്റ്സിനെയൊക്കെ ആയിട്ട് വന്ന ആളുകളുണ്ട്. എന്താ ഒരു കാഴ്ച എന്ന് നോക്കിയേ, ഈ ഫ്രോസൺ ലേക്ക്, മൗണ്ടൻസ് നോക്കിയേ. നല്ല തിരക്കുണ്ട്. ഇതൊരു രക്ഷയില്ലാത്തൊരു കാഴ്ച കേട്ടോ. ഇത് കണ്ടോ, ഒരുപാട് ആളുകളാട്ടോ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ ബബിൾസ് കാണാൻ വേണ്ടി തന്നെ ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. കാരണം പ്രകൃതി ഓരോ സമയത്തും ഓരോ കാഴ്ചകൾ ഇങ്ങനെ നമുക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പോയി കാണുക, ആസ്വദിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ചിന്തിക്കാൻ പറ്റുമോ, ഇതിൻ്റെ താഴത്തേക്ക്, ഇപ്പോൾ സമ്മറിലാണെങ്കിൽ ഇതിൻ്റെ താഴത്ത് ഒരു 50-100 മീറ്റർ താഴത്തെ വെള്ളം കിടക്കുന്ന ഒരു വലിയൊരു ലേക്കാണിത്. ആ ലേക്കിൻ്റെ ആ വെള്ളം മുഴുവൻ ഐസ് പാളിയായിട്ട് ഇവിടെ കിടക്കുകയാണ്. അതിന് മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ ബബിൾസ് ഇതിൻ്റെ താഴെ. എന്താ കാഴ്ച, അങ്ങോട്ട് നോക്കുമ്പോൾ നോക്കിയേ, റോക്കി മൗണ്ടൻസിൻ്റെ ആ സൂര്യൻ്റെ ലൈറ്റും കൂടി അടിച്ചു കഴിയുമ്പോൾ വളരെ ഭംഗിയുള്ള കാഴ്ച. അപ്പോൾ
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് അയയ്ക്കുക. അപ്പോൾ ട്രാവൽ വിത്ത് പ്രിൻസിൻ്റെ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ.